നമ്മളിന്നൊരു ബീച്ച് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. മാൾട്ടയിലെ സെന്റ് ജൂലിയൻസിലും മെയിൻ ഒരു ബീച്ച് കാണാൻ വേണ്ടി പോകണം. നമ്മളിങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്, അവരെയൊക്കെ കണ്ട് പിന്നിട്ടുണ്ട്. നമ്മൾ ഇവിടുത്തെ സെന്റ് ജൂലിയൻസിലെ ഒരുപാട് കാഴ്ചകളിലേക്കാണ് കേട്ടോ ഇന്ന് പോകുന്നത്. പിന്നെ നമുക്കൊരു ഗോൾഡൻ ബുള്ളിനെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇത് സ്വർണ്ണത്തിൽ പണിത ഒരു ബുള്ളാണ് കേട്ടോ, ഗോൾഡൻ ബുള്ള്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു മീൻ പിടിക്കുന്ന ആളെ കാണാം. നമ്മൾ ആ ആളിനെയൊക്കെ പിന്നിട്ടുണ്ട്. ഇത് സെന്റ് ജൂലിയൻ മെയിൻ. ആദ്യം നമ്മൾ സ്ലീമിലേക്ക് പോയി, പിന്നെ നമ്മൾ സെന്റ് ജൂലിയൻ മെയിനിലേക്ക് എത്തി. അവിടുത്തെ ഒരുപാട് ബീച്ചിലെയും അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് ഓരോന്നോരോന്നിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മൾ ഞാൻ നേരെ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം പോകുന്നത് സ്ലീമയിലേക്കാണ്. സ്ലീമയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. സ്ലീമയിലാണ്. സ്ലീമയും ഇവിടുത്തെ ഒരു മെയിൻ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് കേട്ടോ. അപ്പം നമ്മൾ ബീച്ചിലേക്കൊക്കെ പോകുന്നത് കുറച്ചും കൂടെ ഇവിടെ നമുക്കൊരു ചെറിയ ബീച്ചുണ്ട്, പക്ഷെ നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് ചെല്ലുമ്പോൾ മെയിൻ സെന്റ് ജൂലിയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻ കേന്ദ്രമാണ്. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നേക്കാളും കുറച്ചും കൂടെ ടൂറിസ്റ്റുകൾ വരുന്നൊരു ഏരിയ ആണ് സെന്റ് ജൂലിയൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ അങ്ങോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു ഏരിയ ആണ് സ്ലീമ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ അവിടെ ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ഈ ഓരോരോ കളർ മുടികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പം ഇവരോട് നമ്മൾ കാര്യം പറയുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നറിയോ, നമ്മുടെ മുടി ആ ഒരു കളർ മുടിയായിട്ട് മാച്ച് ചെയ്തിട്ട് നമുക്ക് കെട്ടിത്തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ അവിടെ കുറച്ച് പേരൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ആളുകളൊക്കെ പോകുന്നത് കണ്ടോ, ഇത് ഇവിടുത്തെ ഫെറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കയറിയിട്ട് ഇവിടുത്തെ ഗോസോ എന്ന് പറഞ്ഞൊരു ഐലൻഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി പോകുന്ന ഇത് ഇവിടെ കണ്ടോ, ഈ ഒരു കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം കേട്ടോ അങ്ങോട്ട് പോകാൻ. അപ്പോഴത്തേക്ക് നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് പോകുമ്പോഴത്തേനും ഇങ്ങനെയുള്ള കുറച്ച് എഞ്ചിൻ ബോട്ടുകളൊക്കെ നമുക്ക് കുറച്ച് മുന്നിലേക്ക് പോകുന്നത് കാണാം. ഇതെന്താ, ഇതിൽ നമ്മൾ കയറുകയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് നേരെ ഈ കടലിലൂടെ നേരെ ഓപ്പോസിറ്റ് ദ്വീപിലേക്ക് നമ്മൾ എത്തിച്ചേരും കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ബിർഗു എന്ന് പറഞ്ഞ ഏരിയയിലേക്കൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരോട് ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പോൾ ഈ വരുന്നത് കണ്ടോ, ഈ ഒരു ഫെറി എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, കുറച്ച് പേരൊക്കെ ആ ഒരു ഫെറി സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. ആ ഫെറിയാണ് കേട്ടോ ഈ വരുന്നത്. അപ്പോൾ ഇതിന് കയറിയാൽ നമുക്ക് ടിക്കറ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാം, നമുക്കൊരു സംഘം പോകാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ ഒരു ഐസ്ക്രീം, ചെറിയൊരു വണ്ടിയിൽ കുറേ ഐസ്ക്രീം ഒക്കെ വിൽക്കുന്ന ഒരു ചെറിയൊരു ഷോപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല ചൂടാണ് കേട്ടോ, 40 ഡിഗ്രിയിലൊക്കെ വെയിൽ ഇങ്ങനെ കത്തി നിൽക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും പോയി ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് അങ്ങ് ചില്ല് ചെയ്ത് നിൽക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് പിടിച്ചിരിക്കാൻ വേണ്ടി പറ്റില്ല, നമ്മുടെ ഡീഹൈഡ്രേറ്റ് ആയി പോകും. ഇവിടുത്തെ ബിൽഡിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു സ്ട്രക്ചറാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരുപാട് മോഡേൺ ബിൽഡിങ്സ് ഒന്നും സ്ലീമ എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. പക്ഷെ നമ്മൾ സെന്റ് ജൂലിയനിലേക്ക് ചെല്ലുമ്പോഴത്തേനും കുറച്ചും കൂടെ കഴിഞ്ഞ് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ എന്ന് പറയുമ്പോഴത്തേനും മൊത്തം ഒരു ആധുനികമായിട്ടുള്ള കുറേ അധികം മോഡേൺ ബിൽഡിങ്സ് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നല്ല ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഞാനിങ്ങനെ വിട്ട് വേർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് ബസ്സിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടില്ല കേട്ടോ. പക്ഷെ നമ്മൾ അവിടെ തന്നെ എക്സ്പ്ലോർ ചെയ്തിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നേരെ ഇത് സ്ലീമയിലേക്ക് സെന്റ് ജൂലിയൻസിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ ഒരു ബീച്ച് കണ്ട, ഇതാണ് സെന്റ് ജൂലിയൻസിലെ ഏറ്റവും താഴെ ഡൗണിലുള്ള ഒരു ബീച്ച്. ഇത് മാത്രമല്ല, കുറച്ചും കൂടെ നമ്മൾ ചെല്ലുമ്പോഴത്തേനും അപ്പിൽ ഒരു ബീച്ചും കൂടെ ഉണ്ട്. അത് ഇതിനേക്കാളും വലിയ ബീച്ചാണ് കേട്ടോ. ഇത് ഫുള്ള് ടൂറിസ്റ്റ് ആണ് കേട്ടോ. ഈ ഷെങ്കൻ കൺട്രീസ്, അതായത് യൂറോപ്പിലെ ഷെങ്കൻ കൺട്രീസിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്ന് എത്തുന്ന ടൂറിസ്റ്റുകൾ, യൂറോപ്യൻസ് ആണ് കേട്ടോ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് മുഴുവൻ. അപ്പോൾ ആ ഒരു കടലിൽ കുളിക്കുന്നവർ, ആ ഒരു ബീച്ചിൽ കുളിക്കുന്നവർ മാത്രമല്ല, അപ്പോൾ ആ ഒരു ബീച്ചിൻ്റെ ആ ഒരു ഏരിയ കണ്ടോ. അപ്പോൾ അവിടെ ഇങ്ങനെ വിശ്രമിക്കുന്നവർ, ആ ഒരു വെയിലൊക്കെ കാഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നവരെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ അധികം റെസ്റ്റോറൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് പഴയ, ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് പഴയ ബിൽഡിങ്സ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് ഇവിടുത്തെ ഒരു മാപ്പാണ് കേട്ടോ. അതായത് ഇവിടുത്തെ ഓരോരോ ഏരിയകൾ, ഒരു പുതിയൊരു ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങോട്ടൊക്കെയാണ് പോകേണ്ടതെന്ന് മനസ്സിലാക്കാനായിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. കുറച്ച് ആളുകളൊക്കെ എന്ത് ചെയ്യുന്ന അറിയോ, ഇതുപോലത്തെ ചെറിയ ഹൗസ് ബോട്ടുകളൊക്കെ വാങ്ങിക്കും. എന്നിട്ട് അവർ ഇവിടെ ഈ സ്പെൻഡ് ചെയ്യുന്ന ടൈം മുഴുവൻ ഇവർ ഈ ഒരു ബോട്ടിലായിരിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവർ കൊടുക്കും. നല്ല വാടകയാവും കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഒരാൾ ഇവിടെ ഇരുന്നിട്ട് കുറേ സമയം കഷ്ടപ്പെട്ട് ഇങ്ങനെ മീൻ പിടിക്കാൻ വേണ്ടി ഇങ്ങനെ തുടങ്ങുകയാണ് കേട്ടോ. ആ ചൂണ്ടയിലേക്ക് ഇങ്ങനെ ചിക്കനാണെന്ന് തോന്നുന്നു കേട്ടോ, ഇങ്ങനെ കൊരുത്ത് ഇങ്ങനെ വെക്കുകയാണ്. നമ്മുടെ നാട്ടിലെ പോലെ മണ്ണിരയൊന്നും ഇവിടെ ഇല്ല, ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ സെറ്റ് ചെയ്തിട്ട് താഴേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ഒരു മീൻ കിട്ടുന്നത് വരെ പുള്ളി ഇങ്ങനെ കാത്തിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളവിടെ നേരെ നമ്മൾ അവിടെ നടന്നിട്ട് നമ്മൾ സെന്റ് ജൂലിയൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇത്ര നേരം കാത്തിരുന്ന ആ ഒരു സെന്റ് ജൂലിയൻസിന്റെ മെയിൻ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഇവിടെ നമുക്ക് മെർക്കുറി ടവർ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും വലിയൊരു ഹോട്ടലാണ് കേട്ടോ, ഈ എൻ്റെ മുമ്പിലായിട്ട് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഹോട്ടലിന് മുമ്പിലായിട്ട് കുറേ അധികം സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്കത് എന്തൊക്കെയാണ് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത് ഓരോന്നോരോന്നായിട്ട് നോക്കാവേ. ചെറിയ മഗ്ഗുകൾ, ചെറിയ ബുഷുകൾ, ക്ലോത്തുകൾ, ലേഡീസിന് വേണ്ടിയിട്ടുള്ള ബാഗ്സ് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതെല്ലാം നല്ല കളർഫുൾ ആണ് കേട്ടോ, ഒന്നിനൊന്നും മെച്ചമായിട്ടാണ് നമുക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി തോന്നുവേ. പിന്നെ ഇത് കുറച്ച് ഈ ക്ലോത്തിൻ്റെ, അതായത് തുണി കൊണ്ടുണ്ടാക്കിയ ബാഗ്സ് ബാക്കി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതാ ഞാൻ പോകുമ്പോൾ പറഞ്ഞത്, ആ ഒരു മെർക്കുറി ടവർ ഇത്രയും വലുതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ കുറച്ചും കൂടെ മുന്നിലേക്ക് പോയിട്ട് നമുക്ക് പോകേണ്ടത് താഴത്തെ ബീച്ചിലേക്കാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു ഗോൾഡൻ ബുള്ള് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതാണ് അതിൻ്റെ നിപ്പ് കണ്ടോ, നല്ല ആ ഒരു മസിലൊക്കെ അങ്ങ് തെളിഞ്ഞ്, അതായത് ആരെയോ കുത്താൻ പോകുന്ന പോലെ
ഇപ്പം കുത്തും എന്നുള്ള രീതിക്കാണ് കേട്ടോ. അതിനെ അതുപോലെയാണ് പണിത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കൊമ്പയിലൊക്കെ പിടിച്ച് കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നൊക്കെ കാണാം കേട്ടോ. ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെ മറ്റേ ബാഹുബലിക്കകത്തെ പോലെ കറക്റ്റ് ബാഹുബലിക്കകത്ത് പൽവാൽദേവനെ കുത്താൻ വരുന്ന പോലെ. അപ്പൊ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി നമ്മൾ പോകുന്നത് താഴത്തെ ബീച്ച് ഏരിയയിലേക്കാണ്. പക്ഷേ ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ കഴിഞ്ഞ ദിവസം നൈറ്റ് വന്നിരുന്നു. അപ്പോൾ നമ്മുടെ ചാനലിൽ അതിൻ്റെ വീഡിയോ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ നൈറ്റ് ലൈഫ് എക്സ്പ്ലോർ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ആ സമയത്തൊക്കെ ഇവിടെ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ കാല് കുത്താൻ ഇടയില്ലായിരുന്നു. ഒരു ചെറിയൊരു ഈച്ച പോലും പോകത്തില്ലാത്ത അത്രയും തിരക്കായിരുന്നു. പക്ഷേ ഈ ഒരു സമയം എന്ന് പറയുമ്പോഴത്തേനും ഞാനിപ്പം നിൽക്കുന്നത് ഒരു 8 മണി സമയത്താണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇത് തന്നെ ഇപ്പോഴും വെട്ടമൊക്കെ ഉണ്ടോയെന്ന്. കാര്യം സമ്മർ ടൈമിൽ കുറേ പകലുണ്ട് കേട്ടോ. കുറേ അധികം താമസിച്ച് ഇവിടെ രാത്രി ആവത്തുള്ളൂ. അപ്പം ഞാൻ ഒരു ഫാൻ്റെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് കുടിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ചത്തുപോകും ഈ വെയിലത്ത്. അപ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഫാൻ്റെ ഒക്കെ കുടിച്ച് നമുക്ക് ഇങ്ങനെ മുന്നിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു ബിൽഡിംഗ് ഉണ്ടോ, ഇത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്, ഇതൊരു ജിമ്മാണ്. പിന്നെ കുറേ അധികം ആളുകൾ താമസിക്കുന്ന കുറേ അധികം ഹോട്ടൽ സമുച്ചയങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനെയൊക്കെ സമുച്ചയം എന്നൊക്കെ, അപ്പോൾ അതൊക്കെ പിന്നിട്ട് കൊണ്ട് നമ്മളിതാ വീണ്ടും മുന്നിലേക്ക് ഇങ്ങനെ പതിയെ നടന്നു പോകണം കേട്ടോ. ഞാൻ എപ്പോഴും ഈ മുന്നിലേക്ക് പോകാന്ന് പറയുന്ന അടുത്ത കാഴ്ചകളിലേക്ക് ഞാൻ എത്തിച്ചേരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് കേട്ടോ. അപ്പം ഞാനിത് എൻ്റെ മുന്നിൽ പോകുന്ന ഭീമാകാരനായ മനുഷ്യൻ്റെ പുറകെ ഞാൻ നൈസായിട്ട് പതിയെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന നമ്മുടെ ആ ഒരു ബീച്ച്. ഇതാണ് സെന്റ് ജൂലിയൻസിലെ ഏറ്റവും വലിയ, ഇവിടുത്തെ ഏറ്റവും വലിപ്പമുള്ള, ഏറ്റവും അധികം ടൂറിസ്റ്റുകൾ വന്ന് നിറയുന്ന ഒരു ബീച്ചാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്രത്തോളം ആളുകളുണ്ട്, ആ ആളുകളുടെ കൗണ്ട് വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എത്രത്തോളം വലിയൊരു ബീച്ചാണ് ഇതെന്ന്. യൂറോപ്പിന്റെ പല 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 ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഡെയിലി എത്തിച്ചേരും കേട്ടോ. ഏത് സമയത്ത് ഇവിടെ വന്നാലും, രാവിലെ എന്നില്ല, പകലെന്നില്ല, രാത്രിയെന്നില്ല, ഏത് സമയത്ത് ഇവിടെ വന്നാലും നമുക്ക് ഈ ഒരു അവസ്ഥയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. മൊത്തം ടൂറിസ്റ്റുകൾ, തിരക്കുകൾ, അങ്ങനെയുള്ള ഏരിയ ആണ് ഇവിടെ മുഴുവൻ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസും അതിൻ്റെ ബാക്കിലുണ്ട്. അത് ചെറിയ ക്ലോത്ത്സ്, പിന്നെ ടൗവൽസ്, അതൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ. അപ്പോൾ പിന്നെന്താ ഈ ഐസ്ക്രീം പാർലേഴ്സ്, അങ്ങനെ ചെറിയ ഫുഡ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന റെസ്റ്റോറൻറ്റ്സ്. അപ്പോൾ അവിടെ നമുക്ക് ആ റെസ്റ്റോറൻറ്റിലൊക്കെ കയറി കഴിഞ്ഞാൽ ചെറിയ ഫുഡ് ഐറ്റംസ് ഒന്നും അല്ല കേട്ടോ, നല്ല വയറ് നിറച്ച് കഴിച്ചിട്ട് പോകാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഫണ്ട് നമ്മൾ കൊടുക്കണമെന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കടൽ കണ്ടോ എന്തൊരു ക്ലിയർ ആണെന്ന് നോക്കിയാൽ നമുക്ക് അതിൻ്റെ അടിയിലുള്ള ആ ഒരു കല്ലിൻ്റെ ഇടുക്ക് വരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നല്ല ക്ലിയർ വാട്ടറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ കുറേ ആളുകൾ ബോളൊക്കെ തട്ടി കളിക്കുന്നുണ്ട് കേട്ടോ അതിനകത്ത്. പിന്നെ കുറേ ആളുകൾ ഇങ്ങനെ എൻജോയ് ചെയ്യാണ്. കാര്യം അവരുടെ ആ ഒരു ജോലി തിരക്കൊക്കെ മാറ്റി വെച്ചിട്ട് അവർ ആ എൻജോയ് ചെയ്യാൻ വേണ്ടി വരുന്ന കുറച്ച് ദിവസങ്ങളേ ഉള്ളായിരിക്കും, 3-4 ദിവസത്തേക്കായിരിക്കും ഇവരിവിടെ വരുന്നത് കേട്ടോ. ഇവിടെ കണ്ടോ കുറച്ച് പായലൊക്കെ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നുണ്ടോ, അതതിൻ്റെ എഡ്ജാണ് കേട്ടോ. അങ്ങോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ ചെറിയൊരു കാല് വഴുതി വീണ് കഴിഞ്ഞാൽ നേരെ കോൺക്രീറ്റിലേക്കായിരിക്കും വീഴുന്നത് കേട്ടോ. പക്ഷെ അങ്ങോട്ടൊന്നും ആരും പോകാറൊന്നുമില്ല. ആ ഒരു മെയിൻ ബീച്ചിന്റെ കൊടകളുടെ ഡിസൈൻ ഒക്കെ കണ്ടോ, പച്ച, ചുവപ്പ്, മഞ്ഞ എന്നൊക്കെ പറഞ്ഞാണ് കൊടകളുടെ ഡിസൈൻ ഒക്കെ വെച്ചിരിക്കുന്നത്. എന്ത് രസം നോക്കി, ഇവിടെ നിൽക്കാൻ തന്നെ ഒരു രസമാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് ഇതിനോട് ചേർന്ന് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ ഇവിടെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഇവിടുത്തെ ഒരു മെയിൻ റെസ്റ്റോറൻ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെ ഒരു DJ പെർഫോമർ ഒക്കെ നിന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ അവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അത് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്താണ് ഓർഡർ ചെയ്ത് നമുക്ക് മുന്നിലേക്ക് എത്തും. അതും വാങ്ങിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ബീച്ചിലേക്കൊക്കെ പോയിരിക്കാം കേട്ടോ. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ബീച്ചിൻ്റെ ഏരിയ എല്ലാം കണ്ട് കവർ ചെയ്തിട്ട് നമ്മളിതാ വീണ്ടും തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാനുള്ള പ്ലാൻ ആൻഡ് പദ്ധതീസാണ് കേട്ടോ ഇനി. കാര്യം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു തീർന്നു. മാത്രമല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു, കഴിഞ്ഞ ദിവസം നൈറ്റ് ഇവിടെ വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ നൈറ്റിൽ ഇവിടുത്തെ നൈറ്റ് ലൈഫ് എങ്ങനെയൊക്കെയാണ്, ഇവിടെ ടൂറിസ്റ്റുകൾ വന്ന് ഇവിടെ നൈറ്റ് സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ മുഴുവൻ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കാണണേ. അപ്പോൾ ഇവിടെ നമുക്കിനി മുകളിലേക്ക് ഇങ്ങനെ പോകാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കൂട്ടുകാരൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഇനി ഇവരെന്താ പറയുന്നത് നോക്കാവേ. Where are you from? I'm from India. India. Yes. Ciao India. Ciao. Thank you. അപ്പോൾ അവരെ പിന്നിട്ടുകൊണ്ട് നമ്മളിതാ മുന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്കിനി സ്റ്റെപ്പൊക്കെ കയറി പതിയെ നടന്ന് ആ ഒരു ഞാൻ മുമ്പ് പറഞ്ഞില്ലേ കുറച്ച് മെർക്കുറി ടവർ എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പോൾ അതിന് മുമ്പിൽ നല്ല നമ്മൾ ആ ഒരു ഗോൾഡൻ ബുള്ളൊക്കെ കണ്ടില്ലേ, അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള കസേരയൊക്കെ ഉണ്ട്. കസേരയല്ല, ഒരു കല്ല്, വലിയൊരു കല്ല് വെച്ചിരിക്കുകയാണ് കേട്ടോ. അവിടെ ഇരിക്കാൻ തന്നെ ഒരു വല്ലാത്ത രസമാണ്. എൻ്റെ ഫാൻ്റെ ഒക്കെ കുടിച്ച് ഞാൻ തീർക്കാറായി കേട്ടോ. കാര്യം അതുപോലെ ചൂടാണേ, സഹിക്കാൻ പറ്റത്തില്ലാത്ത ടൈപ്പ് ഓഫ് ഒരു ചൂടാണ് ഇവിടെ അടിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ബസ്സിന് കയറിയിട്ട് നേരെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. അതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.